ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വീട്ടിലേക്ക് ഓടുകയാണ്. ചെന്ന് നോക്കുമ്പോൾ ഉമ്മ നല്ല ഉറക്കത്തിലാണ്. ഇന്നേവരേക്കതാ ഉമ്മ നല്ലതുപോലെ ഉറങ്ങുന്നത് കണ്ടിട്ടില്ല. വേദനയോടെ കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ടാണ് ഓരോ ദിവസവും എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഉറങ്ങാറുള്ളത്. അൽഹംദുലില്ലാഹ് എന്റെ ഉമ്മ നല്ല ഉറക്കമാണ്, എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ നായകനല്ല അല്ലാഹുവിന്റെ അടുക്കലേക്ക് 1000 സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് കടന്ന ഷുജാ എന്ന് പറയുന്ന 18 വയസ്സിലുള്ള പെണ്ണുമോ അറിയാതെ ഉറങ്ങിപ്പോയി. സലാം വീട്ടിവിട്ടതാ 2 കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ജഗന്യന്താവാ ജഗദീശ്വരനായ തന്റെ ഒരാളോട് വെട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യും. എന്റെ ഉമ്മാക്കൊന്ന് എഴുന്നേറ്റ് നടക്കാ, എന്റെ ഉമ്മാന്റെ രോഗങ്ങളൊന്ന് മാറാ, എന്റെ ഉമ്മാന്റെ വ്രണങ്ങളൊന്ന് മാറാ, എന്നോടൊപ്പം സന്തോഷത്തോടെ കഴിയുന്നത് നല്ലതുപോലെ കഴിയുന്നത് എന്റെ ഉമ്മാന്റെ കയ്യിൽ നിന്ന് ഒരു നേരത്തെ ആഹാരമെന്ന് മേടിച്ച് കഴിക്കാ ഈയുള്ള പെണ്ണിനെ എനിക്ക് കൊതിയുണ്ട് അല്ലാ. അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടുള്ള സദഖയുടെ ബറക്കത്ത് കൊണ്ട് എന്റെ ഉമ്മാന്റെ രോഗത്തെ മാറ്റണേ അല്ലാ, എന്റെ ഉമ്മാന്റെ അസുഖത്തെ മാറ്റണേ അല്ലാ. എന്നിങ്ങനെ പ്രിയപ്പെട്ട ഉമ്മാരുടെ കണ്ണുനീരോട് വേദനയോടെ ദുർഗതത്തോടെ വെട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ അറിയാതെ ഉറങ്ങിപ്പോവുകയാണ്. പെട്ടെന്ന് ആരോ വന്നുകൊണ്ട് വിളിക്കുന്നു. നോക്കുമ്പോ സ്വപ്നത്തിനതാ സ്വപ്നം കണ്ടതുപോലെ ചാരിയേകുകയാണ്. തന്റെ ഉമ്മയാണ് പിന്നാരെ മകനൊന്നുകൊണ്ട് വിളിക്കുന്നത്. ഇന്നേവരെ കേൾക്കാൻ കഴിയാത്ത ഉമ്മ, നല്ലതുപോലെ നനങ്ങാൻ കഴിയാത്ത ഉമ്മ, ഒന്ന് ചറിയാൻ കഴിയാത്ത ഉമ്മ, ഒന്നുമോന് കേണേത്ത് ആഹാരം വെച്ചു കൊടുക്കാൻ കഴിയാത്ത ഉമ്മ, ഇന്നിപ്പോ പ്രിയപ്പെട്ട ഉമ്മയതാ ആ പെണ്ണുമോനെ വന്നുകൊണ്ട് വിളിക്കുമ്പോ സന്തോഷത്താൽ ചാടിയേകുകയാണല്ലോ. ഞാൻ കണ്ടത് സ്വപ്നമാണോ, എന്റെ ഉമ്മയുടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കം നിലവിളിച്ചുകൊണ്ട് വെട്ടിക്കരയാൻ തുടങ്ങിയപ്പോ അവിടെ നിന്ന് പറയുന്ന മോനെ പേടിക്കണ്ട, മറ്റാരുമല്ല ഞാൻ തന്നെയാണ് നിന്റെ ഉമ്മ. അല്ലാഹു നമ്മുടെ രോഗത്തെ മാറ്റി മോനെ, അല്ലാഹു എന്റെ പ്രയാസത്തെ മാറ്റി മോനെ. അതാ എന്റെ കൈകൊണ്ട് വിഷമില്ല എന്ന് പറഞ്ഞുകൊണ്ട് 3 കഷ്ണം കാരൊക്കെ എടുത്തുകൊണ്ടുവന്ന് പെണ്ണുമോന്റെ കയ്യിൽ കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഇവിടെ വെച്ചെന്താ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ഒന്ന് ചരിയാൻ കഴിയാതിരുന്നല്ലോ, സംസാരിക്കാൻ മാത്രമായിരുന്നു ആ പുന്നാരപ്പെങ്ങൾക്ക് കഴിഞ്ഞിരുന്നത്. എന്നാലേ ഒരു സ്വർണത്തിന്റെ ഒരു അംശം ഒരു തരി കൊണ്ടുവിടുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സംസാരിക്കാനുള്ളതായിട്ടുള്ള നല്ല കഴിവും അതുപോലെ നല്ല ആരോഗ്യവും കൂലത്തും കൊടുത്തിട്ടുണ്ടെങ്കിലോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ദീനിന്റെ സദസ്സിലേക്ക് നമ്മൾ എന്ത് കൊടുത്താലും പ്രശ്നമല്ല, ഒരിക്കലും നമ്മുടെ സമ്പത്തിനെ ബാധിക്കുന്നില്ല. പോട്ടെ, അല്ലെങ്കിൽ പൊക്കോട്ടെ, ദുനിയാവിൽ ഒരല്പമെങ്കിലും പോകട്ടെ, അള്ളാന്റെ മാർഗത്തിലല്ലേ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയല്ലേ. അത് സന്തോഷത്താൽ കൊടുത്താൽ നിനക്ക് അള്ളാഹുവിന്റെ അടുക്കലാണോ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വരുമ്പോ നിനക്കവിടെ രക്ഷയുണ്ട്, നിനക്കവിടെ സ്ഥാനമുണ്ട്. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നിന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ ഒന്നാമത്തെ പ്രയോജനമേതെന്നറിയോ, ഒന്നാമത്തെ മരുന്നേതെന്നറിയോ, അസ്സദഖത്തുൽ ജാരിയ. അത് ജാരിയായ സദഖയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാരിയായ സദഖയുണ്ടോ പ്രിയമുള്ളവരെ, രക്ഷപ്പെട്ടു അല്ലേ? ദീന്റെ സദസ്സ് ഇപ്പൊ വളരെ കുറച്ച് ആളുകളാണെങ്കിലും അൽഹംദുലില്ലാഹ് പോട്ടെ. ഈ ഒരു അല്ലെങ്കിൽ ഇന്നിപ്പോ നമ്മൾ ഇവിടെ വെച്ച് കൊണ്ട് കൊടുക്കുന്നു അല്ലെ, അൽഹംദുലില്ലാഹ്. കാരണം എന്താ, ഇതിന് വേണ്ടിയാണ്. പക്ഷെ നാളെ നമ്മൾ ജീവിച്ചിരിപ്പിക്കും, പിന്നെ നാളെ നമ്മൾ ഇവിടെ ഉണ്ടാകുന്നത് ഉറപ്പുണ്ടോ? ഒരിക്കലും ഉറപ്പില്ല. നാളെ വരട്ടെ ഉസ്താദ്, നാളെ ഞാൻ കൊണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നിങ്ങളെ കൊണ്ടൊക്കോ? ഒരു ഉറപ്പും വേണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ ഇൻദഹു
ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈബ് വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഖുർആൻ ശുദ്ധമാക്കപ്പെട്ട ഖുർആന മാറ്റിമറിക്കാൻ പറ്റും? ഒരിക്കലുമില്ല. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ. ഖിയാമത്ത് നാൾ എപ്പോഴാ സംഭവിക്കുന്നത് അള്ളാഹ്ക്ക് അറിയാൻ പറ്റൂ. വയുനസ്സിലുൽ ഗൈബ്. നമ്മളിവിടെ വന്നപ്പോൾ ചെറിയൊരു ചാറ്റ മഴയൊക്കെ ഉണ്ടായിരുന്നു. അള്ളാഹ് ഒന്ന് മാറ്റി വെച്ചപ്പോൾ നമുക്ക് അൽഹംദുലില്ലാഹ് നല്ല സമാധാനമായ അന്തരീക്ഷമായി. ഈ സദസ്സ് വിജയത്തിന്റെ സദസ്സാണ്. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാനുള്ള സദസ്സാണ്. അള്ളാഹു തആല നമ്മളെല്ലാവരെയും അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ആക്കട്ടെ. ഉറക്ക ആമീൻ പറഞ്ഞോടി. നമുക്ക് അതൊന്നും വേണ്ടേ? നമ്മുടെ തറവാട്ടിലേക്ക് നമുക്ക് പോകണം. നമ്മുടെ തറവാട് അവിടെ തന്നെയാ. അള്ളാഹു നമ്മൾ സ്വർഗത്തിലാക്കട്ടെ. അതാ നമുക്ക് വേണ്ടത്. ദുനിയാവ് നമുക്ക് വേണ്ട. ദുനിയാവ് നമുക്ക് നശ്വരം. ഇവിടെ ആരെന്ത് പറഞ്ഞാലും നമ്മളത് ചെവിക്കൊള്ളാൻ പോകുന്നുണ്ട്. അല്ല മതി നമുക്ക്. അല്ല നമ്മളെ കൈപിടിച്ച് ഉയർത്തും. ആ ഒരു ചിന്തയിൽ പോയാൽ എവിടെയും വിജയിക്കാൻ കഴിയും. അതുകൊണ്ട് മഴ എപ്പോഴാ ഇത് അള്ളാഹ്ക്ക് അറിയൂ. സ്കാൻ ചെയ്ത് നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഗർഭാശയത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞിന്റെ എല്ലാ വിവരങ്ങളും അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അല്ലാതെ ഇന്നത്തെ നമ്മുടെ ഉമ്മാമാരുടെ സ്വഭാവം അത് പറ്റൂല അല്ലേ? 7-ാം മാസത്തില് ഒരു ഇതുണ്ടല്ലോ, എന്താ നെയ്യപ്പം ചുടക്കം. എന്നിട്ട് എന്ത് 2 നെയ്യപ്പെടുത്ത് വെച്ചിട്ട് ഒന്നിത്തോളും. ഏതായത് ഇതിന്റെ ഒരു അല്പം ഭക്ഷ അങ്ങോട്ട് ചരിഞ്ഞിട്ടുണ്ട്. മോളെ കൊച്ചിന്റെ കണ്ണ് പോകണ്ട. ഈ പറയുന്ന സ്വഭാവം നമ്മുടെ ഉമ്മാമാരുടെ കൂട്ടത്തിലുണ്ട് അല്ലേ? അതേസമയം നല്ല ഉഷാർ നെയ്യപ്പത്തിലാണ് ചുടുന്നെങ്കിൽ ഇവിടെ കാസർഗോഡ് ഭാഗത്തുള്ള സംഭവം, നല്ല നെയ്യപ്പത്തിലാണ് കണ്ണടച്ചുകൊണ്ട് പെണ്ണ് തൊടുന്നേയും പറയും നല്ല വെളുത്ത കുട്ടിയായിരിക്കും. എന്നാൽ ആ കുട്ടി കറക്റ്റ് നല്ല പിന്നെ കറുത്ത കുട്ടിയായിരിക്കും. ഉമ്മാമാരെ പറയുമ്പോൾ നേരെ ഒപ്പതായിരിക്കും എല്ലാ കാര്യങ്ങളും. ഒരു കുഴപ്പമില്ല. ഗർഭാശയത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന കുട്ടി, അതിനെ കുറിച്ച് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. നാളെ ഇരിക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതേപോലെ ഇന്നപ്പോൾ ഇവിടെയുള്ള ഈ വേമല എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ വന്നിരുന്ന കൊണ്ട് വാള് കേൾക്കാം കഴിയുമെന്ന് എനിക്കും നിങ്ങൾക്കും ഉറപ്പുണ്ടോ? ഇല്ല. ഇതിനെ കുറിച്ച് അല്ലാഹ്ക്ക് മാത്രമേ അറിയൂ. തങ്ങളെ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ, അല്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പോലെ ഇവിടെ എത്തുമെന്ന് ഉറപ്പില്ല. ഇൻഷാ അല്ലാഹ് ഇവിടത്തെ വാലും പേര് കഴിഞ്ഞാൽ മറ്റന്നാൾ തൃശ്ശൂരാണ് വാല്. അവിടേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. മാതാ തക്സിബു ഗദാ. നാളെ ഞാനും നിങ്ങളും എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റൂല. നാളെ ഇതേപോലെ നിന്റെ സദസ്സിലേക്ക് വരട്ടെ. 10 രൂപ ഞാൻ കൊണ്ടുവന്ന് കൊടുത്തേക്കാ, 20 രൂപ ഞാൻ കൊണ്ടുവന്ന് കൊടുത്തേക്കാ, അല്ലെങ്കിൽ എന്റെ സ്വർണത്തിന്റെ ഒരു അംശം ഞാൻ കൊണ്ടുവന്ന് കൊടുത്തേക്കാ. പ്രിയപ്പെട്ട പെണ്ണേ, യാതൊരു ഉറപ്പുമില്ല. ആ ഉറപ്പ് നമുക്ക് വേണ്ട. അതുകൊണ്ട് എപ്പോഴെല്ലാം അവിടെ വെച്ച് നമ്മൾ ജീവിച്ചിരിക്കുമ്പോ സ്വതം കൊടുക്കാൻ കഴിയുന്നു, അവിടെ വെച്ചുകൊണ്ട് നമ്മൾ കൊടുക്കണേ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് സ്വഹാബത്തയാ വെള്ളത്തുണികളുമായിട്ട് പോയിട്ട് വരുമ്പോ അതാ പെണ്ണുങ്ങൾ ഇങ്ങനെ കാതിങ്ങനെ വലിച്ചു പറിച്ചിട്ട് ആ ചോര ഇങ്ങനെ ഇട്ടിയിട്ട് വീണ് കിടക്കുകയാണ്. അവിടെ നിന്നതാ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് ചോദിച്ചു, പെണ്ണേ എന്താ നിന്റെ കാതിൽ കൂടി ഇങ്ങനെ ചോര വലിക്കുന്നത് എന്നവിടെ നിന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞുപോയി, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങളെ, ചെറുപ്പക്കാരാ, ഉപ്പമാരെ, പഠിച്ചു, എന്താ നിന്റെ കാതിൽ നിന്ന് ഇങ്ങനെ വലിച്ചു പറിച്ചു എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലേ, ഞാനിങ്ങനെ സാവധാനം എന്റെ കമ്മലിങ്ങനെ എടുത്തുകൊണ്ട് നിന്നാൽ സമയത്തെങ്ങാനും അസ്രാഈൽ വന്നു പോയാൽ എന്റെ റൂഹിനെ പിടിച്ചു പോയാ എനിക്കൊരു കൊടുക്കാൻ കഴിയില്ലല്ലോ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഞാൻ പരാജയപ്പെട്ടു പോകുമല്ലോ. ഇതാരാ പറയുന്നു എന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പോലും ഇങ്ങനെ പറഞ്ഞെങ്കിലോ അല്ലാഹുവിനെ സൂക്ഷിച്ചവര്, അല്ലാഹുവിനെ ആദരിച്ചവര്, അല്ലാഹുവിനെ ബഹുമാനിച്ചവര് ഇങ്ങനെ പറഞ്ഞു
പോകുന്നുണ്ടെങ്കിൽ ഈ നശ്വരമായിട്ടുള്ള ഈ ദുനിയാവിന്റെ ആഡംബരത്തിലും ആഹ്ലാദത്തിലും വ്യക്തിവേടിന്റെ പടുകൊഴിച്ചിലേക്ക് അകപ്പെട്ടു പോകുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എത്രമാത്രം സ്പീഡില് സോക്കാൽ നമ്മൾ കൊടുക്കാൻ തയ്യാറാകണ്ടേ? ചിന്തിച്ചോ അല്ലേ? അവര് കാതുകൾ വലിച്ചു പറിച്ചു കൊടുത്തു. മൊയിലാര് കൊള്ളാല്ല, കമ്പലടിക്കാതെ പറയാ, അങ്ങനൊന്നും അല്ല. കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൊടുത്തോളി, ഞാൻ വേണ്ടെന്ന് പറയൂല. കൊടുക്കുന്നവർക്ക് ആ വിജയം. കോരുന്ന കിണറ്റില് വെള്ളം ഉണ്ടാവും, കോരാത്ത കിണറ്റിൽ എപ്പോഴും വെള്ളം ഇങ്ങനെ വറ്റിക്കിടക്കും. അള്ളാന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കും, അബൂബക്കർ നീ ഒന്നും വെച്ചേക്കണ്ട, നീ എടുത്ത് കൊടുക്ക്, നിനക്കതിലുപരി കിട്ടും. 2 കഷ്ണം ഈത്തപ്പഴം അവിടെ ഇരുന്നു, വിശപ്പ് കൊണ്ട് സഹിക്കാൻ കഴിയില്ല. ആ 2 കഷ്ണം ഈത്തപ്പഴം എടുത്ത് കഴിക്കാൻ വേണ്ടി മുമ്പിൽ വെച്ച് അല്പം വെള്ളം എടുത്തപ്പോഴാണ് ഒരാൾ ഓടി വന്ന് അബൂബക്കറെ വല്ലാത്ത വിശപ്പ് എടുത്തു കൊടുത്തു. അതാ നിമിഷ നേരങ്ങൾക്കുള്ളിൽ നബി തങ്ങളുടെ വില വരുന്നു. ഒന്നിവിടേക്ക് വരണം, നല്ല ആട്ടിന്റെ ഇറച്ചിയുണ്ട്, അവിടെ കൊടുത്തപ്പോൾ ഇവിടെ കിട്ടി, അതിനേക്കാൾ നല്ലത് കിട്ടി. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഞാനൊന്ന് ചോദിക്കട്ടോ, ഇവിടെ ഇപ്പോ നമുക്ക് 50, 60, 70 പവനൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇതെല്ലാം നമ്മൾ നാളെ കൊണ്ട് അള്ളാഹുവിന്റെ ഖബറിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോ കൊണ്ടുപോവോ? ഇല്ല, അവിടെയൊന്നും കൊണ്ടുപോകില്ല. അവസാനം നിന്റെ സ്വത്തുക്കൾ ഇങ്ങനെ വീതിച്ചെടുക്കാൻ മക്കൾ ഇങ്ങനെ പരസ്പരം വെട്ടും കുത്തും ഉണ്ടാക്കുകയാണ്. ഉമ്മാന്റെ സ്വത്തിന്റെ നേരെ പകുതി എനിക്ക്, നേരെ പകുതി എനിക്ക്. അപ്പൊ ഇതൊന്നും നിനക്ക് തരില്ല, ഇതെല്ലാം എനിക്കുള്ളത്. അവസാനം വെട്ടായി കുത്തായി. അതേസമയം പ്രിയപ്പെട്ട ഉമ്മ, ആ ഖബറിൽ കിടന്നുകൊണ്ട് നീ അതെല്ലാം കാണുമെന്ന് പരിശുദ്ധ രാജാവ് മുഹമ്മദ് മുസ്തഫ. ആ സമയത്ത് നീ ചിന്തിക്കും, അല്ലാ, ഇവിടെങ്കിലും ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരല്പമെങ്കിലും കൊടുത്തിട്ട് വന്നിരുന്നുവെങ്കിൽ ഇവിടെയെങ്കിലും എനിക്ക് വിജയിക്കാമായിരുന്നല്ല അല്ലാ എന്നിങ്ങനെ പറയും. എന്തിനേറെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, സ്വർഗത്തിലേക്ക് പോകാനുള്ള 2ാമത്തെ കാര്യമാണ് പറയുന്നത്. അതാ ഖബറിൽ കിടക്കുന്ന എന്താ പ്രിയപ്പെട്ട ഉപ്പയും അമ്മയും അല്ലെങ്കിൽ പോട്ടെ ഭർത്താക്കന്മാർ, ഇവരിങ്ങനെ വിളിച്ചു പറയും, മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഉറക്കമൊഴിഞ്ഞവനാ ഞാൻ, ഒരുപാട് ബുദ്ധിമുട്ടിയവളാ ഞാൻ. ഏത് പാതിരാ സമയം വന്നാലും നിന്നെ വായെടുത്തുകൊണ്ട് അമ്മിഞ്ഞപ്പാൽ നൽകിയവളാ ഞാൻ. പക്ഷേ എന്നെ നീ അങ്ങ് മറന്നുപോയോ? എനിക്ക് വേണ്ടി എന്താ നീ ഒന്നും കൊടുക്കാത്തത്? എന്റെ ഖബറിന്റെ അവസ്ഥ നീ വല്ലതും അറിഞ്ഞോ? ഇല്ല. എന്റെ ഖബറിന്റെ അവസ്ഥ നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ കണ്ണുനീരോടെ ഓരോ ദിവസവും സ്വതകൾ നീ ചെയ്തേനെ. പക്ഷേ ഇന്നിപ്പോൾ നീ എന്നെ കുറിച്ചൊന്നും ഓർക്കുന്നില്ല, എന്റെ കാര്യങ്ങളൊന്നും നീ ഒട്ടും തന്നെ മനസ്സിലാക്കുന്നില്ല. നീ പക്ഷെ എന്റെ അടുക്കളൂടെ പോകുന്നുണ്ട്, എന്നെ മറമാടിയിരിക്കുന്ന എന്റെ ഖബർസ്ഥാന്റെ അരികിൽ കൂടി നീ കടന്നു പോകുന്നുണ്ട്. പക്ഷേ നീ എന്നെ കുറിച്ച് ഓർക്കാതെ പോകുന്ന മോനെ, ഒരല്പമെങ്കിലും ഈ ഉപ്പാന്റെ ഖബറിലേക്ക്, ഒരല്പമെങ്കിലും ഉപ്പാന്റെ സ്വത്തിൽ നിന്നല്ലെങ്കിൽ ഉമ്മാന്റെ സ്വത്തിൽ നിന്നും ഒരല്പമെങ്കിലും എടുത്തുകൊണ്ട് സദക്ക കൊടുത്തുകൊണ്ട് ഹദിയ കൊടുത്തുകൊണ്ട് ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിച്ച മോനെ, ഇങ്ങനെ ഖബറിൽ കിടക്കുന്നവർ വിളിച്ചു പറയുമെന്ന് മദീനത്തെ പുന്നോമന മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് നിങ്ങൾക്കൊക്കെ ഉമ്മയും ഉപ്പയൊക്കെ ഉള്ളവരല്ലേ? അതുകൊണ്ട് എന്റെ ഉമ്മാന്റെ ആരോഗ്യത്തിന് വേണ്ടി, എന്റെ ഉപ്പാന്റെ ആരോഗ്യത്തിന് വേണ്ടി, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ആരോഗ്യത്തിന് വേണ്ടി, എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഇരിക്കട്ടെ. ബിസ്മില്ലാ, ഈ ദീനിന്റെ സദസ്സിലേക്ക് ഇവിടെ കൊടുത്തോണ്ട് ചെയ്തോളി. എന്നെ നിങ്ങൾ നോക്കണ്ട. ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും ഒരാളെ ആമീന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും ആ ഒരു കാര്യം, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കിട്ടിയാൽ നാളെ നമ്മൾ പോകുന്ന സദസ്സിൽ അല്ലെങ്കിൽ പോകുന്നിടത്ത് നമുക്ക് രക്ഷയാ. ഫാത്തിമ ബീവി കൊണ്ട് ഖബർ വെച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഖബറേ, ഫാത്തിമാനെ എടുക്കല്ലേ ഖബറേ. അല്ലാഹു പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അസ്സദഖത്തുൽ ജാരിയ. ഫാത്തിമാക്ക് ജാരിയായ സദഖയുണ്ടോ? ഫാത്തിമാന്റെ രോമത്തിൽ പോലും തൊടാൻ എനിക്ക് അനുവാദമില്ല, അവകാശമില്ല. സദഖ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം. ഇതാണ് നമുക്ക് നമ്മുടെ ഖബർ ജീവിതം രക്ഷപ്പെട്ട, ബാക്കി നമ്മളൊക്കെ രക്ഷപ്പെട്ടു. അൽ ഖബർ അവ്വൽ മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആഖിറത്തിലേക്കുള്ള 1ാമത്തെ പാതയാണ് നമ്മുടെ ഖബർ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നിപ്പോ നിങ്ങളൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ ഒരേ കവർ ഇൻഷാ അല്ലാഹ് നിങ്ങൾ തരും.
നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള ഉദ്ദേശം അത് എഴുതി എൻ്റെ ഉപ്പാക്ക് വേണ്ടി എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ ഉപ്പ ഉമ്മ ഭാര്യ ഭർത്താവ് ഇത് രണ്ടുമായിരിക്കും നമ്മളിലേക്ക് എത്തുക. അല്ലാഹു തആല കേൾക്കാനും പഠിക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് ഇവിടെ നമ്മുടെ സംഘാടകർ നിങ്ങളുടെ കയ്യിൽ ഒരു കവർ തരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു ഉമ്മ ഈ കൂട്ടത്തിൽ ഒരു സ്വർണത്തിന്റെ ഒരു അല്പമെങ്കിലും ഇട്ടുകൊണ്ട് വന്നാൽ ഇൻഷാ അല്ലാഹ് പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി ഇവിടെ ദുആ ചെയ്യും. അല്ലാഹു തആല നമ്മുടെ സംഭാവനകൾ സദഖകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ഫാത്തിമാക്ക് ജാരിയായ സ്വതക്ക ഉണ്ടെങ്കിലും ഫാത്തിമാന്റെ രോഗത്തിൽ പോലും തൊഴാൻ എനിക്കൊരു അധികാരവുമില്ല എന്ന് ഖബർ പോലും വിളിച്ചു പറഞ്ഞെങ്കിൽ ഈ സ്വതക്ക കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ് അൽ ഇസ്തിഗ്ഫാർ ബില്ലാഹ്. അത് പശ്ചാത്താപമാണ്. ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു അല്ലേ? അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് സുബഹിന്റെ ബാങ്ക് വിളിച്ചുകൊണ്ടോ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്നുള്ള ബാങ്കിന്റെ ധ്വനി കേൾക്കുന്ന സമയം മുതൽ ചാടിയിലേക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ എത്രയോ പാപത്തിന്റെ പടുകുഴിയിലേക്ക് അകപ്പെട്ടു പോയിക്കൊണ്ട് ജീവിക്കുന്നവരാ നമ്മള്. പക്ഷേ ഒരല്പമെങ്കിലും ഒരല്പസമയമെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ മുമ്പിലേക്ക് രണ്ട് കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ടല്ല ഇന്ന കുറ്റം ഞാൻ ചെയ്തു പോയി അല്ല, ഇന്ന വൃത്തികേടിലേക്ക് ഞാൻ പോയി അല്ല എന്നൊന്ന് പശ്ചാത്തപിച്ച് മടങ്ങാൻ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് സമയമില്ലല്ലോ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പശ്ചാത്താപം മൂന്നാമത്തെ വിഷയം സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. പശ്ചാത്താപം ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു, അതിലൂടെ നിനക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. സുബഹി നമസ്കാരത്തിന്റെ ബാങ്ക് വിളിക്കുമ്പോൾ ഇന്നിപ്പോ സുബഹി നമസ്കാരം ഉണ്ടാകുന്ന അല്ലാഹുവിന് അറിയാം അല്ലേ? അവിടെ നിൽക്കട്ടെ, അതിലേക്ക് ഇൻഷാ അല്ലാഹ് കഴിയുമെങ്കിൽ ഞാൻ നാളെ എത്തും. അല്ലാഹു തആല കേൾക്കാനും പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് എനിക്കും നിങ്ങൾക്ക് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പോൾ അതാണ് മൂന്നാമത്തെ നമ്മുടെ പശ്ചാത്താപമാണ്. ഇങ്ങനെ പശ്ചാത്താപം ഉള്ളതിലൂടെ നമ്മുടെ ജീവിതം ഖൈറിലായി. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നീ എല്ലാ സമയത്തും എല്ലാ സന്ദർഭങ്ങളിലും നീ പോകുമ്പോഴും വരുമ്പോഴും ഇരിക്കുമ്പോഴും പ്രിയപ്പെട്ട പെണ്ണേ, അടുക്കളക്കകത്ത് പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോഴും പാചകം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴും എല്ലാ സമയത്തും അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാ നിനക്ക് അവസരമുണ്ടല്ലോ. പക്ഷേ നീ അതിലേക്ക് പോകുന്നില്ല. നീ എത്ര വലിയ കുറ്റങ്ങൾ ചെയ്തിരുന്നാൽ അതെല്ലാം അല്ലാഹു തആല പൊറുക്കുന്നതാ. കുറ്റത്തിലേക്ക് പോകാനല്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വിളിക്കുകയാണ്, മൂസാ നബിയെ, ബനൂ ഇസ്രായേലിന്റെ കുറ്റത്തിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വീണ് പിടഞ്ഞ് മരിച്ചു കിടപ്പുണ്ട് നബിയേ. ഒരു മനുഷ്യൻ ഇങ്ങനെ വീണ് പിടഞ്ഞ് മരിച്ചു കിടപ്പുണ്ട്. ആ മനുഷ്യനെ ഒന്നെടുത്ത് കുളിപ്പിച്ചു മറമാടണമെന്ന് പറഞ്ഞു മൂസാ നബിയും സംഘവും അവിടേക്ക് പോയി. അവിടേക്ക് ചെന്നുകൊണ്ട് നോക്കുമ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ കമന്ന് കിടക്കുകയാ. തന്റെ കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു ആ മനുഷ്യനെ ഒന്നെടുത്ത് നല്ലതുപോലെ മലർത്തി കിടത്താൻ. ആ സമയത്തോ കണ്ടു ബഹുമാനപ്പെട്ട മൂസാ നബി ചോരിന്തദാ നബി തങ്ങള് കരഞ്ഞാനേ ഉടനെ പറഞ്ഞതാമണി മൊത്തം നോടിന്താനേ. അത് ചൊല്ലി മനുഷ്യർ അദാബാലേ അല്ലാ കൃപ തൂകിയതെങ്ങനാ നീ സുബ്ഹാനേ. ഇബാദത്ത് മുടക്കിയ മനുഷ്യന ഇതോ എന്തൊരജബാണെന്റെ റബ്ബ് റഹ്മാനേ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മനുഷ്യനെ കണ്ടുകൊണ്ട് പിന്നോട്ട് മാറിയിട്ട് പറയുകയാണ്, അല്ലാഹുവേ, ദുനിയാവിന്റെ പുറത്ത് മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോ കള്ള് കുടിച്ചിരുന്നവനല്ല അല്ലാ, നമസ്കരിക്കാത്തവനല്ല അല്ലാ, ചൂതുകളിയിലേക്ക് പോയിരുന്നവനല്ല അല്ലാ, പിന്നെന്തിനാണ് റബ്ബേ
സമയത്ത് ഈ മനുഷ്യനെടുക്കാനും കുളിപ്പിക്കാനും മറമാടാനും പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ അല്ല പറയുന്നു മൂസ നബിയേ, ആ മനുഷ്യന് മറമാട് മൂസ നബിയേ. അല്ലാഹുവിന്റെ കൽപ്പന അതേപോലെ അംഗീകരിച്ചുകൊണ്ട് മറമാടി 2 കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്തിനാണ് ആ മനുഷ്യർക്ക് വേണ്ടിയിട്ട് കുളിപ്പിക്കാനും മറമാടാനും ഒക്കെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോ അല്ല പറഞ്ഞു കൊടുക്കുന്നു മൂസ നബിയേ, ആ മനുഷ്യന്റെ റൂഹ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ ആ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഒരുത്ത് വെള്ളത്തിന് വേണ്ടിയിട്ട് ബനൂ ഇസ്രായേലിന്റെ ഓരോ വീടാന്തരമ കയറിയിറങ്ങി. പക്ഷെ ആരും ഒരുത്ത് വെള്ളം പോലും കൊടുത്തില്ല. അവസാനം വേദനയോടെ കണ്ണുനീരോടെ ബനൂ ഇസ്രായേലിന്റെ കുപ്പത്തൊട്ടിയാകുന്ന ആ കാണുന്ന കുപ്പത്തൊട്ടി അതിന്റെ അടുക്കലേക്ക് ആ മനുഷ്യൻ വന്നുകൊണ്ട് അല്ലാ, എല്ലാവരും എന്നെ കൈപിടിഞ്ഞു അല്ലാ, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചല്ലാ, ഇനിയതാ നീയല്ലാതെ അല്ലാഹുവേ, ഞാൻ നോമ്പൊന്നും പിടിച്ചിട്ടില്ല ശരി തന്നെ, ഞാൻ നമസ്കരിച്ചിട്ടില്ല ശരി തന്നെ, ഞാൻ ഒരൊറ്റവനും ഞാൻ ചെയ്തിട്ടില്ല ശരി തന്നെ, അല്ലാ എങ്കിലും റബ്ബേ നീ കാരുണ്യവാനാണ് അല്ലാ, നീ കാരുണ്യ കടലാണ്, നീ എനിക്ക് പൊറുക്കണേ അല്ലാ, എന്റെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാ. എന്നോടിങ്ങനെ കണ്ണുനീരോട് എന്റെ അടിമ പറഞ്ഞപ്പോ ആ അടിമയുടെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുത്തു മൂസ. നമസ്കരിച്ചിട്ടില്ല, നോമ്പ് പിടിച്ചിട്ടില്ല, അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്തൊന്നും ചെയ്തിട്ടില്ല. അവസാന സമയം അള്ളാഹുവിലേക്ക് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തപ്പോ ആ മനുഷ്യന്റെ പശ്ചാത്താപം അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സ്വീകരിച്ചെങ്കിൽ എന്റെ ബഹുമാനമുള്ളവരെ, എപ്പോഴും ഏത് സമയത്തും എവിടെ വെച്ച് നമ്മൾ പശ്ചാത്തപിച്ചാൽ നമ്മുടെ പശ്ചാത്താപവും കാത്തുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന ആ ഒരു ചോദ്യവും കാത്തുകൊണ്ട് ജഗദീശ്വരനായ തമ്പുരാൻ കാത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ. നമ്മുടെ ചോദ്യവും കാത്ത് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടം അത് നമ്മൾ ഇല്ലാതാക്കാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും അവസരം കിട്ടുന്നോ ആ സമയത്ത് മുഴുവൻ ഇൻഷാ അള്ളാഹ് നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കണം. ഇതാണ് സ്വർഗത്തിലേക്ക് പോകുവാനുള്ള 3ാമത്തെ കാരണം. ഒരുപാട് പറയണ്ട. അപ്പോ സദാസമയം പശ്ചാത്താപത്തോടു കൂടിയുള്ള ജീവിതം, അതിന് അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് പശ്ചാത്തപിച്ച് മടങ്ങി അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അപ്പോൾ 4ാമത്തെ കാര്യം, പലിശയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. അള്ളാഹു കുടുങ്ങണ കേസ്. ഇപ്പൊ എവിടെ പോയാലും എന്തിൽ തൊട്ടതിനും പിടിച്ചതിനൊക്കെ പലിശയാ അല്ലേ? ബഹുമാനമുള്ളവരെ വണ്ടി എടുക്കുന്നതും അതേപോലെ പണയം വെക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്നതൊക്കെ ഇതൊക്കെ പലിശയുമായിട്ട് ബന്ധപ്പെടുന്നു. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളെ വിളിച്ചിട്ട് ചോദിക്കും, സ്വഹാബാക്കൾ ഇന്ന് നിങ്ങൾ വല്ല സ്വപ്നവും കണ്ടു? സ്വഹാബത്ത് പറയും, ചിലപ്പോൾ ചിലരും കണ്ടിട്ടില്ല. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, നിന്റെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇന്നതാണ്, നിന്റെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. ഒരു ദിവസം സ്വഹാബത്തിനെല്ലാം വിളിച്ചു, സ്വഹാബ നിങ്ങൾ ഇന്ന് വല്ല സ്വപ്നവും കണ്ടോ? സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല നബി, ഇന്ന് നമ്മൾ ആരും സ്വപ്നം കണ്ടിട്ടില്ല. നബി തങ്ങൾ പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. അവിടെ നിന്ന് ചോദിച്ചു, സ്വഹാബത്ത് ചോദിച്ചു, നബിയെ എന്താ റസൂൽ, ഒന്ന് പറയൂ നബിയെ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, സ്വഹാബ ഞാൻ ഒരു തിളക്കുന്നൊരു രക്തപ്പുഴ ഞാൻ കണ്ടു. അതിലൊരു മനുഷ്യൻ ഇങ്ങനെ നീന്തി കടന്നു വരികയാണ്. ഒരു തിളക്കുന്ന രക്തപ്പുഴ. ആ തിളക്കുന്ന രക്തപ്പുഴയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നീന്തി കടന്നു വരികയാണ്. അക്കരെയാണ് രക്ഷയെന്ന് പറഞ്ഞുകൊണ്ടാണ് കടന്നു വരുന്നത്. ആ മനുഷ്യനിങ്ങനെ കടന്നു വരുമ്പോ യഥാരണ്ട് ഭീകരന്മാരായ മാലാഖമാർ മുന്നിട്ട് എടുക്കാൻ പോലും കഴിയാത്ത 2 പാറ കഷ്ണങ്ങൾ പൊക്കിയെടുത്തിട്ട് ആ മനുഷ്യന്റെ തലയിലേക്ക് ഇടുമ്പോ
തലയൊന്ന് ചിന്നിയൊന്ന് തുറയ്ക്കുകയാണ്. അവസാനം അല്ലാഹു തആല വീണ്ടും യഥാർത്ഥ രൂപം കൊടുക്കുകയാണ്. അവിടെ നിന്നും നീന്തുകയാണ്. അക്കരയാണ് രക്ഷയെന്നും പറഞ്ഞുകൊണ്ട് നീങ്ങുകയാണ്. അങ്ങനെ നീന്തി നീന്തി അവിടെ ചെല്ലുമ്പോൾ ഇതിനെക്കാലം ഭീകരന്മാരായ രണ്ട് മാലാഖമാർ നിന്നിട്ട് ആ മനുഷ്യന്റെ തലയിലേക്ക് ആ പാറയങ്ങ് പൊക്കിയെടുത്തിടുമ്പോ അതങ്ങ് പൊട്ടിയങ്ങ് തെറിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ വീണ്ടും ആ തലയ്ക്ക് പരിപൂർണമായിട്ടുള്ള രൂപം കൊടുക്കുകയാണ്. ഈ കഥ ലോകത്തിന്റെ നേതാവ് സ്വഹാബത്തിനോട് പഠിപ്പിക്കുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ ഇതാരുടെ അവസ്ഥയാണ് റസൂലല്ലാഹ്? ഇതാരുടെ അവസ്ഥയാണ് നബിയേ? ആ സമയത്താണ് നമ്മുടെ നേതാവ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരുന്നപ്പോ പലിശ മേടിച്ചിരുന്നവനാ, പലിശ കൊടുത്തിരുന്നവനാ, പലിശയുമായിട്ട് ബന്ധപ്പെട്ടവനാ, പലിശയ്ക്ക് വേണ്ടി കൂട്ടുനിന്നവനാ. ഇങ്ങനെയുള്ള മനുഷ്യനാ നാളെ ഇതേപോലെയുള്ള ശിക്ഷ അനുഭവിക്കുന്നതെന്ന് മദീനത്തെ പൊന്നോമനമുത്തേ മുഹമ്മദുർ റസൂലുള്ളാഹ് ഇടങ്ങളെ പഠിപ്പിക്കുമ്പോ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവരെന്ന് ചിന്തിച്ചു നോക്കിക്കോ. ഇന്നെത്രയോ പലിശയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാ നമ്മളൊന്ന് ജീവിക്കുന്നത്. ഇന്നതാ നമ്മുടെ എല്ലാ ആവശ്യത്തിനും പലിശയല്ലേ, മക്കളുടെ പഠിത്തത്തിന് വേണ്ടി പലിശയല്ലേ, ഭർത്താവിന്റെ രോഗം മാറാൻ വേണ്ടി പലിശയല്ലേ, ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് പലിശയല്ലേ, കച്ചവടത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്നതാ പണയം വെക്കുമ്പോ ഒരു പലിശയല്ലേ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പലിശയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാശ് കൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുമ്പോ, ആ മക്കളുടെ ഉദരത്തിലേക്ക് പോകുമ്പോ, ആ മക്കളെ നമുക്ക് വേണ്ടിയിട്ട് വെട്ടിക്കറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ അല്ലാഹു എന്തുകൊണ്ടാ നമ്മുടെ മക്കളുടെ അല്ലാഹു തആല സ്വീകരിക്കാത്തത്? പോട്ടെ, എന്തുകൊണ്ടാ നമ്മുടെ അല്ലാഹു തആല സ്വീകരിക്കാത്തത്? പലിശയുമായിട്ട് ബന്ധപ്പെടുന്നത് കൊണ്ടാണെന്ന് മദീനത്തെ രാജകുമാരാ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ പ്രിയമുള്ളൊരു പലിശ മാറ്റി വെക്കണം. എന്നുവെച്ചാൽ പലിശ കൊടുക്കാൻ വേണ്ടി മാറ്റി വെക്കണമെന്നല്ല, പലിശയിൽ നിന്നും ഒഴിവാകണം. ഒഴിവായാൽ നാളെ നമ്മൾ പോകുമ്പോ രക്ഷപ്പെട്ടു. ഇല്ല എങ്കിൽ എല്ലാവരും കൂടി നോക്കുകയാണ്. ജമീർദാരിപ്പോൾ മരണപ്പെട്ടാൽ ഒരുപക്ഷെ പലിശ കൊടുക്കുന്നവനാണെങ്കിൽ, ഉദാഹരണം പറയുകയാണ്, പലിശ മേടിക്കുന്നവനും കൊടുക്കുന്നവനുമാണെങ്കിൽ നിങ്ങളെ കുറിച്ച് പറയുന്നത് എന്നാലും ഒരു കുറ്റം, എന്നെ കുറ്റം കുറ്റമില്ലല്ലോ. അങ്ങനെ ഞാനിങ്ങനെ മരണപ്പെട്ട് കിടക്കുമ്പോ എന്റെ റൂഹ് മാറിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, എടാ ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരുന്നപ്പോ നീയതാ പലിശയുമായിട്ട് ബന്ധപ്പെട്ടു പോയി. അത് കാരണത്താൽ അല്ലാഹു തആല തരാവുന്ന ശിക്ഷയെല്ലാം ഏറ്റുവാങ്ങിക്കോ എന്നിങ്ങനെ നമ്മുടെ റൂഹ് വിളിച്ചു പറയുന്നു. എല്ലാവരും കൂടി നമ്മളെ അതാ എടുക്കുകയാണ്. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിയിലെ നമ്മയും ഏറ്റി. നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ പ്രിയമുള്ളവരും ബന്ധുമിത്രാദികളല്ല തന്നുകൊണ്ട് നമ്മൾ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, നമ്മൾ നോക്കുമ്പോൾ ആ സന്തോഷത്തില് കിടക്കുന്നത് മനുഷ്യന്റെ രൂപമാണെങ്കിലും പക്ഷേ പലിശ തിന്നിരുന്നവനാണോ അവന്റേതായിട്ടുള്ള കോലം അവിടെ വെച്ച് മാറുകയാ. നമ്മളല്ലാതെ മനുഷ്യരല്ലാതെ മറ്റെല്ലാ സസ്യവിധാദികള് ആ മനുഷ്യന്റെ യഥാർത്ഥ രൂപം കാണുന്നു. ഏത് രൂപമെന്നറിയോ? അത് പട്ടികളുടെ കോലമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ വെച്ച് നമ്മൾ പലിശയുമായിട്ട് ബന്ധപ്പെട്ടു പോയാൽ നാളെ നമ്മളെ കൊണ്ടുപോകുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മുടെ കോലം പട്ടിയുടെ കോലമായിരിക്കുമെന്ന് മദീനത്തെ രാജകുമാര മുഹമ്മദുർ റസൂലുള്ളാഹ്
ബഹുമാനമുള്ളവരെ, ഇപ്പോൾ അടുത്ത് ഒരു മാസം കാസർഗോഡ് ജില്ലയിൽ വാളിന് പോയപ്പോ അവിടെ ഒരു സഹോദരൻ മരണപ്പെട്ടു. ആ സമയത്ത് ആ സഹോദരന്റെ ജനാസ ഒന്നെടുത്ത് കുളിപ്പിക്കാൻ പോലും ആരും തന്നെ ഇല്ല, മക്കള് പോലും ഇല്ല. കാരണം ഈ രണ്ട് ചെവിയും അങ്ങോട്ട് പൊട്ടിയിട്ട് ചലം ഇങ്ങനെ ഒലിക്കുകയാണ്. രണ്ട് കൈയിന്റെ ഭാഗത്തൂടെ അതുവരെ ഇല്ലാത്ത അസുഖം, ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിക്കുന്നു, ചോര ഇങ്ങനെ ഒലിക്കുകയാ. പക്ഷെ കട്ട ചോര ഇങ്ങനെ ഒലിച്ചു. അവസാനം എന്താണ് ഇതേപോലെ ഒരു അവസ്ഥ എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ആ നാട്ടിൽ ഉസ്താദ് പറഞ്ഞത്, ഈ മനുഷ്യൻ ഉസ്താദ് അങ്ങനെ വരാനുള്ള ഒന്നാമത്തെ കാരണം പലിശയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു. അതുകൊണ്ട് പലിശയുമായിട്ട് ബന്ധപ്പെട്ടു പോയാൽ മരിക്കുന്ന സമയത്ത് നമ്മുടെ ബന്ധുമിത്രാദികളും നമ്മുടെ മക്കളും കൂട്ടുകാരും പോലും നമ്മളെ ഒന്നെടുത്തുകൊണ്ട് കുളിപ്പിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ നമ്മളിലേക്ക് വന്നെത്തിപ്പെടുമെന്ന് അതാ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ കാരണക്കാരനായ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ, ഹദീസല്ലേ. അതുകൊണ്ട് പലിശയുമായിട്ട് ബന്ധപ്പെട്ടു പോയാൽ പ്രിയമുള്ളവരെ നമ്മൾ കുടുങ്ങിയില്ലേ, നമ്മൾ പിന്നെ ദുആ ചെയ്തിട്ട് എന്ത് കാര്യമുള്ളത്? ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ച് നമ്മൾ മടങ്ങിക്കല്ല, ഇനി ഞാൻ പലിശയുമായിട്ട് ബന്ധപ്പെടില്ല, ഞാൻ ഇനി പലിശയിലേക്ക് ഞാൻ ഇനി പോകൂല, എല്ലാം മാറ്റി വെച്ച് അല്ലാഹ് അറിയാതെ ഞാൻ ചെയ്തിട്ടുണ്ട്, പറ്റാത്ത വെച്ചോളുക. അതുകൊണ്ട് എന്തിനേറെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അറിയാതെ ഒരൽപ്പം കാരയ്ക്ക ഉള്ളിലേക്ക് പോയല്ലോ. ആരോ കൈ നോക്കിയിട്ട് കൊടുത്ത ഒരു കഷ്ണം കാരയ്ക്ക ആ തന്റെ കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് വിഷത്തിന്റെ കാഠിന്യം കൊണ്ട് മേടിച്ച് കളിച്ചു പോയ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇരിക്കുകയാണ്. അല്ലാഹു ഞാൻ ഈ കഴിച്ചത് ഹലാലാണോ ഹറാമാണോ എന്ന് ഓർത്തു പോയില്ല. വിഷത്തിന്റെ കാഠിന്യം കൊണ്ട് ഞാൻ കഴിച്ചതാണ്. ഇപ്പോ ഞാൻ അന്വേഷിച്ചപ്പോ അത് കൈനോയി കിട്ടിയിട്ടുള്ളൊരു സംഭാവനയാണ്. അതുകൊണ്ടല്ല നീ എനിക്ക് പൊറുക്കണം എന്നല്ല, എന്ന് മാത്രമല്ല രണ്ട് തന്റെ ആയിട്ടുള്ള കൈകള് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ആമാശയത്തിലേക്ക് തന്റെ വായ്ക്കകത്തേക്ക് ഇടിച്ചിറക്കുകയാണ്. അങ്ങ് ഇടിച്ചിറക്കിയിട്ട് ശബ്ദിക്കുകയാണ്. അവസാനം ചോറ് ഛർദ്ദിക്കാൻ തുടങ്ങിയപ്പോഴാണ് പറഞ്ഞത്, അറിയാതെ പെട്ടുപോരാറ്. ഇനി എന്താണ് നീ കാരക്കയുടെ ഒരു അംശമെങ്കിലേ ഈ അബൂബക്കറിന്റെ ആശയത്തിൽ എന്താണ് മറപ്പെട്ടിട്ടുണ്ടെങ്കിലല്ലോ ഈ അബൂബക്കറിന്റെ ദുആ സ്വീകരിക്കൂലല്ല അല്ലാഹ്, അബൂബക്കറിന്റെ നോമ്പ് നീ സ്വീകരിക്കൂലല്ല അല്ലാഹ്, അബൂബക്കറിന്റെ ഹദിയ നീ സ്വീകരിക്കൂലല്ല അല്ലാഹ്. അതുകൊണ്ട് റബ്ബേ ഒരിക്കൽ നീ പുറത്തു വരണം അല്ലാഹ്. ഒരു കാരക്കയുടെ അംശം തന്റെ ഉള്ളിലേക്ക് പോയപ്പോ അതിനെ ഛർദിപ്പിച്ചിട്ട് ഇനിയും ഒരല്പമെങ്കിലും ഉണ്ടെങ്കിൽ ആ നീ ഒന്ന് മാറ്റണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തെങ്കിൽ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ എത്രത്തോളം പൊട്ടിക്കരഞ്ഞാൽ മതിയാവോ? ഒരിക്കലും മതിയാവൂല. കാരണം നമ്മുടെ രക്തം മുഴുവനും ഇന്ന് പലിശയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അല്ലേ? പലിശ മേടിച്ച് തിന്നതും അല്ലെങ്കിൽ പലിശ കൊടുത്തും അങ്ങനെയുള്ള രക്തത്താൽ നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചാ എങ്ങനെ അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുക? അതുകൊണ്ട് ഇവിടെ വെച്ച് മാറ്റി വെച്ചോ. നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പലിശയുമായിട്ട് ബന്ധപ്പെടുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ച് അല്ലാഹ് ഇനി ഞാൻ പോവില്ല, ഇനി ഞാൻ പലിശ കൊടുക്കില്ല, ഇനി ഞാൻ പലിശയുമായിട്ട് യാതൊരു ഇടപാടുമില്ല അല്ലാഹ് എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോട് കൂടിയിട്ട് ഇവിടെ നിന്നും എഴുന്നേറ്റ് പോയിട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പലിശ വേണ്ട, പലിശയിലേക്ക് നമ്മൾ പോകരുത് ബഹുമാനമുള്ളവരെ. അതുകൊണ്ട് നാലാമത്തെ കാര്യം അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് പലിശയുമായിട്ട് ബന്ധപ്പെടരുത്. പലിശ ഒഴിവാക്കിയാൽ
നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അഞ്ചാമത്തെ കാര്യം ഞാൻ അവസാനം ചോദ്യം കിട്ടണം. അഞ്ചാമത്തെ കാര്യം ഏതെന്നറിയോ? ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കുകയാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള നല്ല കാര്യം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പൊരുത്തമാണ്, അവരുടെ സന്തോഷമാണ്, അതിലൂടെ ജനിക്കുന്ന അതിലൂടെ വിരിഞ്ഞു വരുന്ന മക്കളാണ് നല്ല വണ്ടുകളും നല്ല ശലഭങ്ങളും സന്തോഷമുള്ളതെന്ന് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ ഭാര്യയും ഭർത്താവും തമ്മിൽ അതേപോലെ ഉമ്മയും മക്കളും തമ്മിൽ നല്ല ബന്ധമുണ്ടെങ്കിൽ അവർക്ക് സ്വർഗത്തിലേക്ക് വളരെ പെട്ടെന്ന് പോകാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ ഇൻഷാ അല്ലാഹ് ഭാര്യയും ഭർത്താവും തമ്മിൽ എങ്ങനെ കഴിയണം, ഒരു ദിവസം എങ്ങനെ കഴിഞ്ഞു തീർക്കണം എന്നുള്ളതായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മൾ നാളെ സംസാരിക്കുക. അതുകൊണ്ട് സമയം വൈകാതെ ഇൻഷാ അല്ലാഹ് എത്തുക. അല്ലാഹു തആല കേൾക്കാനും പഠിക്കുവാനുമുള്ള തൗഫീഖ് തരട്ടെ. അല്ലെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വഴിയെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോ കൂടെ ഒരാളുമുണ്ട്. 3 തലയോട്ടികൾ കണ്ടു. അറിയോ നിങ്ങൾക്ക്? 3 തലയോട്ടികൾ കണ്ടു. അങ്ങനെ ഒരു വടിയെടുത്തു. ഈ 3നെ ഇങ്ങനെ ഒരുമിച്ച് വെച്ചു. ഇത് നുസ്ഖത്തുൽ മജാലിസിൽ 52ാമത്തെ പേര് പറഞ്ഞു. ഈ 3 തലയും ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു വടിയെടുത്ത് ഒന്നിന്റെ തലയോട്ടി കുത്തി കൊടുത്തു. അത് കുത്തിയിട്ടും കേൾക്കാൻ അതിനെ വലിച്ചെറിഞ്ഞു. ബഹുമാനപ്പെട്ട മൂസാ നബി അതിന് വലിച്ചെറിഞ്ഞു. 2ാമത്തെ തലയോട്ടി എടുത്തിട്ട് അതിന്റെ ചെവിഭാഗത്തുള്ള കുത്തിയപ്പോൾ ഇവിടെ വന്ന മധ്യത്ത് വന്ന വടിയങ്ങ് നിന്ന് അതിനെടുത്ത് മാറ്റി വെച്ചു. 3ാമത്തത് എടുത്ത് തലയോട്ടി അതിനെ കുത്തിയപ്പോഴോ കമ്പ് കുത്തിയപ്പോൾ നേരെ ഇറങ്ങി ഇപ്പുറത്ത് വന്നു. ഇതിനെയും വലിച്ചെറിഞ്ഞു. കൂടെ ഉണ്ടായിരുന്നത് ചോദിച്ചു, നബിയെ എന്താ ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾ ചെയ്തൊരു കാര്യം? ബഹുമാനപ്പെട്ട നബി അവിടുന്ന് നല്ല വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. 1ാമത് ഞാൻ ചെയ്തത് തലയോട്ടി അതിനെ കുത്തി എന്ന് വെച്ചാൽ എത്ര പറഞ്ഞു കൊടുത്തിട്ടും കേറൂല, അതിന് ഞാൻ വലിച്ചെറിഞ്ഞു. 2ാമത്തത് ഇൽമ കേട്ടു, അത് അവിടെ തന്നെ വെച്ചു അമലുകൾ ചെയ്തു, അതുകൊണ്ട് ഞാൻ ആ തലയോട്ടി എടുത്ത് കുഴിച്ചിട്ടു. 3ാമത്തെന്ന് പറഞ്ഞാൽ കുത്തി അപ്പുറത്തിറങ്ങി ഇതിലേക്കൂടെ കുത്തിയപ്പോൾ നേരെ ഇപ്പുറത്ത് വന്നു. ഇതെന്താ? ഇതിലേക്കൂടെ കേൾക്കും. എന്നിട്ട് ഇവിടെ നിന്ന് കേൾക്കും പോലെ കേൾക്കും. എന്നിട്ട് ആ പിറ്റേഴ്സ് നടക്കണം ഇല്ല. ഇങ്ങനെയുള്ളതിനെ ഞാൻ അടുത്ത് വലിച്ചെറിഞ്ഞു. അതപ്പോൾ ഈ 3ാമതും 1ാമതും പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ആവരുത്. ആദ്യം പറഞ്ഞ കൂട്ടത്തിലാണ്. അല്ലാഹു തആല നമുക്കൊക്കെ നാഫി ആയ ഇൽമു തരട്ടെ. ഉറക്കെ പറഞ്ഞു, അല്ലാഹു തആല നമുക്ക് നാഫി ആയ ഇൽമു തരട്ടെ. അല്ലാഹു നമ്മുടെ അമലുകളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചല്ലോ, വളരെയേറെ ആഗ്രഹത്തോടുകൂടി വളരെയേറെ സന്തോഷത്തോടുകൂടി ഇനി എത്ര കഠിനാധ്വാനം ചെയ്തായാലും അല്ലാഹുവിന്റെ ദീനിന്റെ സദസ്സിലേക്ക് വന്നവരാരോ അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് പൊറുക്കലിനെ ചോദിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ കിട്ടുന്നൊക്കെ നമ്മൾ എന്തിനാ കളയുന്നത്? ഓസിന് കിട്ടിയാൽ നമ്മൾ എന്താ പറയുക? ഓസിന് കിട്ടിയാൽ ആസുട്ടും കുടിക്കുന്നില്ലേ ചൊല്ലുമാരെ? അപ്പൊ കേട്ടോളി. അപ്പൊ ഇതാ നമുക്ക് വേണ്ടത്. അള്ളാഹിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ ഈ സദസ്സിൽ നമുക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ കാണുന്നില്ല. ഈ സദസ്സിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരുണ്ട്, പക്ഷേ നമ്മളത് കാണുന്നില്ല. അതുകൊണ്ട് അവരൊക്കെ ഉള്ളപ്പോ അവിടെ നിന്നുകൊണ്ട് നമ്മൾ സ്വതക്ക ചെയ്താലും അതിയാ ചെയ്താലും എന്ത് ചെയ്താലും അതിനകത്തൊക്കെ വിജയമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോ നാളെ നമ്മൾ എന്താ ചെയ്യുന്നെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല രീതിക്ക് സംഭാവനകൾ ചെയ്ത് നമ്മുടെ ഈ സദസ്സിനെ അടുത്ത കൊല്ലം ഇതിനേക്കാൾ ഗംഭീരമായിട്ട് നടത്താനും അതിലുപരി നമ്മുടെ ഇവിടുത്തെ മക്ബറയുടെ ആവശ്യം അതൊക്കെ ഒന്ന് സാധിപ്പിക്കണം. അല്ലെ, അള്ളാഹുവിന്റെ ഔലിയാക്കൾപ്പെട്ട മഹാന്മാരെ സ്നേഹിച്ചാൽ അത് ഏറ്റവും നല്ല പുണ്യമുള്ള കാര്യമല്ലേ? അവർ കിടക്കുന്ന സ്ഥലത്ത് പട്ടിയോ അതങ്ങനെ പൂച്ചനും കയറായെങ്കിലും ഒന്ന് കെട്ടിവെച്ചാലോ അത് ഏറ്റവും നല്ല ഹയർ. അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാക്കണമെന്ന് ഞാൻ നല്ലൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതിന് ഈ ഇരിക്കുന്നവർ ഓരോരുത്തരും സഹായിച്ചാലും മാത്രം. ഇന്നിപ്പോ ഞാൻ ഒന്നും ചോദിക്കുന്നില്ല ആരോടും. ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞ 3ാമത്തെ കാര്യം പഠിച്ചവർ ഇൻഷാ അല്ലാഹ് നാളെ വരുമ്പോൾ നല്ല മനസ്സോടി കടന്നു വരിക. ഇതെപ്പോഴും നമ്മൾ ചോദിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ വന്നാൽ ഇവിടെ വെച്ച് നമുക്ക് വേണ്ട അതാ നമ്മളെ എല്ലാവരും കൂടി ചുമന്നുകൊണ്ട് പോകുമ്പോ 2 മലക്കുകൾ നമ്മളെ കൂടെ വരികയാണ്.
അതിൽപ്പെട്ട ഒന്നാമത്തെ മലക്കഥ ഒരാളുടെ നല്ല ഒരു കോലം കാണിക്കുകയാൽ ആ കോലമാണ്, ആ കോലം നമ്മളോട് പറയുകയാ, നീ വിഷമിക്കണ്ട, പേടിക്കണ്ട, ധൈര്യമായിട്ട് നിന്റെ കബറിലേക്ക് നീ പൊക്കോ, അവിടെ കൂരിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പേടിക്കണ്ട. എന്നാൽ കബർ ഓരോ ദിവസവും വിളിച്ചു പറയുന്നല്ലോ, ഞാൻ കൂരിലിന്റെ വീടാണ്, ഞാൻ ഇരുട്ടിന്റെ വീടാണെന്ന് വിളിച്ചു പറയുന്നല്ലോ. ഇത് കേട്ടുകൊണ്ട് നീ പേടിക്കണ്ട. ഈ കാണുന്ന രൂപമുണ്ടല്ലോ, ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി നീ ചെയ്തിട്ടുള്ള ഹദിയകളാണ്. അതുകൊണ്ട് ഞാനും നിന്റെ കബറിലേക്കാണ് വരുന്നതെന്ന്. അതാ ആ രൂപത്തെ ആ കാണുന്ന രോമിങ് നമ്മളോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ബഹുമാനമുള്ളവരെ, ഇവിടെ നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചാൽ നമ്മുടെ കൂട്ടത്തിലില്ല. കോടിയല്ല, 2 കോടിയല്ല, 3 കോടിയല്ല, ഇനി എത്രത്തോളം നമ്മൾ ഇന്നിതാ കൊണ്ടുവന്നിരുന്നാൽ ഇതൊന്നും നാളെ നമ്മുടെ കബറിലേക്ക് വരുന്നില്ല. എന്നാൽ ഈ ഒരു കോടിയിൽ നിന്നും ഒരു അംശമെങ്കിലും എടുത്ത് ദീന്റെ സദസ്സിലേക്ക് നമ്മൾ കൊടുത്താൽ എല്ലാവരും കൂടി നമ്മളെ കബറിൽ കൊണ്ടുവച്ച് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്നുള്ള ഖുർആനിന്റെ വചനങ്ങളും ഓതിക്കൊണ്ട് നമ്മളെ കബറിൽ വെച്ച് പിരിഞ്ഞു പോയാ നമ്മൾ പേടിക്കേണ്ട പെണ്ണ്. നമുക്കതാ രക്ഷ അവിടെ നമ്മൾ ചെയ്തിട്ടുള്ള സദക്കയാണ്. പക്ഷേ ഇവിടെ വെച്ച് നമ്മൾ ഒന്നും സദക്ക ചെയ്യാതെ പോയാൽ നമ്മുടെ സ്വത്തും ഇവിടെ നിൽക്കുകയാണ്, നമ്മുടെ മക്കളും ഇവിടെയാണ്. നമ്മുടെ മക്കൾ വന്നാലോ, നമ്മുടെ ഭർത്താവ് വന്നാലോ, നമ്മുടെ കൂടപ്പിറപ്പ് വന്നാലോ, നമ്മുടെ കബറിന്റെ അഴുകുന്നതാ, നമ്മുടെ കബറിന്റെ അരികൾ വരെ മാത്രമാണ് വരാൻ കഴിയുക. അതിന്റെ ഉള്ളിൽ അവസ്ഥ അവർക്കറിയാ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ ഇവിടേക്ക് വരുമ്പോ അല്ലാഹുവേ, എന്റെ മനസ്സിൽ ഇന്നാഗ്രഹമുണ്ട്, ഞാൻ മരണപ്പെട്ടു പോകുമ്പോ ഞാനതാ മരിക്കുന്ന സമയത്തിന്റെ കബറിലേക്ക് എന്നെ കൊണ്ടുവെക്കുമ്പോ ഒരമലുമില്ലാതെ പോകല്ലേ അല്ലാ. ഞാൻ ഈ ചെയ്യുന്ന സദക്ക, ഈ മക്ബറയ്ക്ക് വേണ്ടി ചെയ്യുന്ന സദക്ക, ഈ പള്ളിക്ക് വേണ്ടി ചെയ്യുന്ന സദക്ക, അല്ലാഹുവേ ഒരു കാരണത്താൽ എന്റെ കബറിടം നീ പ്രകാശിപ്പിക്കണം അല്ലാ എന്ന് പറഞ്ഞ് നല്ലൊരു ആഗ്രഹം മനസ്സിൽ വെച്ച് കൊണ്ടുവരും. ഒന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞു. ഞാൻ ആദ്യമൊക്കെ ഇൻഷാ അല്ലാഹ് നല്ല ഉഷാർ, ഇതിനൊന്നും നല്ല ഉഷാർ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ അമലുകളെ മുഴുവൻ സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നാളെ പറയുക നല്ല ഭാര്യ നല്ല ഭർത്താവാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും വിളിച്ചിട്ട് വരണം, നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എല്ലാവരും വിളിച്ചിട്ട് വരണം, ബഹുമാനമുള്ള സഹോദരങ്ങളെ. അതുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ, ഒരാൾ ദീനിന്റെ സദസ്സിലേക്ക് വന്നു, ദീനിന്റെ സദസ്സിൽ വന്നു, ഇടയ്ക്ക് വെച്ച് എഴുന്നേറ്റങ്ങ് പോയി. അവൻ്റെ വളരെ അത്യാവശ്യ കാര്യം, അതായത് അവന് പോയേ പറ്റൂ എന്നുള്ള കാര്യത്തിലല്ലാതെ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പോയാൽ അവൻ ദീനിൽ നിന്നും അവൻ പുറത്ത് അവൻ എടുത്ത് ചാടാൻ ഉദ്ദേശിക്കുന്നവനെ പോലെയാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അങ്ങനെ വേണ്ട, ഇപ്പം നിർത്തിക്കുക. അതുകൊണ്ട് നല്ലതുപോലെ സന്തോഷത്തോടുകൂടി സ്വലാത്ത് ചൊല്ലി പിരിയാം. അള്ളാഹു നമുക്ക് അർഹമായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا طيبا جزيلا جميلا مباركا بدوام ملك الله. اللهم صل وسلم على رسولك سيدنا وحبيبنا وهادينا وثمرة فؤادنا ومصطفانا محمد صلى الله عليه وسلم. അർഹമുറാഹിമായ അല്ലാഹ്, ദയാലുവായ പടച്ചവനെ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ സ്വർഗം നമുക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ ഒരുപാട് ആളുകളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു. അല്ലാഹുവേ, അവരുടെ മനസ്സിന്റെ മുറാദുകൾ നീ ഹാസിലാക്കണം അല്ലാഹ്.
അല്ലാഹുവേ ഇതര മതസ്ഥരിൽപ്പെട്ട സഹോദരങ്ങൾ ഈ സദസ്സിലേക്ക് സംഭാവനകൾ ചെയ്തു. അല്ലാഹുവേ അവർക്ക് നീ ഹിദായത്തിന്റെ പാന്താവ് നീ തുറന്നു കൊടുക്കണേ അല്ലാ. അതിലൂടെ അവരെ നീ വിജയിപ്പിക്കണേ റഹ്മാനേ. അർഹമുറാഹിമായ അല്ലാഹുവേ, ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് അഭിലാഷങ്ങൾ പറഞ്ഞുകൊണ്ടാ അല്ലാ ഇവിടേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്. അല്ലാഹുവേ, എനിക്കൊന്നും ഓർമ്മയില്ല എങ്കിലും എല്ലാം അറിയുന്ന അല്ലാ, എല്ലാവരുടെയും ആഗ്രഹം നീ സാധിപ്പിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ആരെയും നീ നിരാശയാക്കല്ലേ അല്ലാ, ആരെയും നീ നിരാശരാക്കല്ലേ റഹ്മാനേ. അവരുടെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് എന്താണോ അത് നീ സാധിപ്പിച്ചു കൊടുക്കല്ലാ. അന്യനാടുകളിൽ നിന്ന് അല്ലാഹുവേ, അന്യനാടുകളിൽ നിൽക്കുന്നവരുടെ ജോലിയിൽ നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇവിടുന്ന് പോകുന്ന സമയത്ത് മക്കളുടെ മുഖത്ത് നോക്കി, ഭാര്യയുടെ മുഖത്ത് നോക്കി, സഹോദരങ്ങളുടെ മുഖത്ത് നോക്കി സലാം പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി പോയവരാണ്. അല്ലാഹുവേ, തിരിച്ചു വരുമ്പോ ചതഞ്ഞരഞ്ഞ ശരീരങ്ങളുമായി ഒരു പെട്ടിക്കുള്ളിലാക്കി നമ്മുടെ വീട്ടിലേക്ക് നീ എത്തിക്കല്ലേ അല്ലാ. അപകട മരണങ്ങളെ പെടുത്തല്ലേ അല്ലാ. ശരീരങ്ങളെ കീറി മുറിക്കുന്നൊരവസ്ഥ നീ വരുത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങൾ തരല്ലേ അല്ലാ. അല്ലാഹുവേ, നമ്മുടെ മക്കൾക്ക് രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. നമ്മുടെ ഭാര്യമാർക്ക് രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. നമ്മുടെ ഉപ്പമാർക്കും നമ്മുടെ ഉമ്മമാർക്കും രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ശരീരങ്ങൾ കീറിമുറിക്കുന്ന പോലെ രോഗങ്ങൾ തരല്ലേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്തില ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉറക്കെ ചൊല്ലി മരിക്കാൻ നമുക്ക് നീ സൗഭാഗ്യം താ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കി മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, വഴിയോരത്തിട്ടുകൊണ്ട് അല്ലാഹുവേ ചവിട്ടി മിതക്കുന്നൊരവസ്ഥ നീ വരുത്തിക്കല്ലേ അല്ലാ. ആരും തിരിഞ്ഞു നോക്കാതെ വഴിയോരത്തിട്ടുകൊണ്ട് നമ്മളെ നീ നശിപ്പിക്കല്ലേ അല്ലാ. ബന്ധുമിത്രാദികളുടെ മുമ്പിൽ വെച്ചുകൊണ്ട്, കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട്, ഭാര്യമാരുടെ മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അല്ലാ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് റബ്ബേ, ലോകത്തിന്റെ നേതാവിന്റെ ഫോട്ടോ നല്ലതുപോലെ സ്വപ്നം കണ്ടുകൊണ്ട് മരിക്കാൻ, അല്ലാഹുവേ സ്വർഗം കണ്ടുകൊണ്ട് മരിക്കാൻ നമുക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, മരണപ്പെട്ട ആറടി മണ്ണാകുന്ന ഖബറിന്റെ അകത്തട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോ നമ്മളെ അല്ലാഹുവേ അതിനകത്തിട്ട് കൊണ്ടെടുക്കല്ലേ അല്ലാ. പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. വാരിയല്ലുകളെ കോർക്കുന്നത് പോലെ നമ്മുടെ അല്ലാഹുവേ വിരലുകളെ കോർക്കുന്നത് പോലെ നമ്മുടെ വാരിയല്ലുകളെ നീ കോർക്കല്ലേ അല്ലാ. അതിന്റെ അവസ്ഥ എന്താണെന്ന് പറയാതെ നമുക്കറിയില്ല. അല്ലാഹുവേ, ഖബറിൽ വിജയിച്ചാല് നാളെ അങ്ങോട്ടുള്ള എല്ലാ ജീവിതവും നമുക്ക് രക്ഷയുള്ള റബ്ബേ. നമ്മളെ ഖബറിൽ നീ വിജയിപ്പിക്കണേ അല്ലാ. അവിടെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, മക്കൾക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത മാതാപിതാക്കളെ സദസ്യരുണ്ട്. മക്കൾക്ക് നീ നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ. മാതാവിനെയും പിതാവിനെയും മനസ്സിലാക്കുന്ന മക്കളെ കൊടുക്കണേ റഹ്മാനേ. അല്ലാ, മക്കള് കാരണമായി മാതാപിതാക്കൾ ചീത്തവിളി കേൾക്കുന്നൊരവസ്ഥ ഒരു മാതാവിനും പിതാവിനും നീ വെക്കല്ലേ അല്ലാ. അല്ലാഹുവേ, മക്കള് കാരണമായിട്ട് മാതാപിതാക്കൾ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ നീ ഒരുക്കണേ അല്ലാ. അർഹമുർ റഹീമായ അല്ലാഹുവേ,
അല്ലാഹുവേ നമസ്കാരം ദായിമാകാൻ നിത്യമാകാൻ വേണ്ടിയിട്ട് ഒരു സഹോദരി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു. അല്ലാഹ് ആ നല്ല ഉദ്ദേശത്തെ നീ സാധിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ നീ സാധിപ്പിക്കണേ അല്ലാ. നമസ്കാരം കളായിട്ട് കൊണ്ട് മരിപ്പിക്കല്ലേ അല്ലാ. നമസ്കാരം കളായിട്ട് കൊണ്ട് മരിപ്പിക്കല്ലേ റബ്ബേ. നിന്റെ കബർ മുതലല്ല നിന്റെ കബറിൽ പോലും 15 ശിക്ഷ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് കിട്ടും. അല്ലാഹ് അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ പെടുത്തല്ലേ നാഥ. അർഹമർ റഹ്മാനേ അല്ലാഹുവേ നമ്മുടെ മുത്തഅല്ലിമുകൾക്ക് നീ നല്ല ദക്കായക്കുള്ള ഇൽമ കൊടുക്കണേ അല്ലാ. പൂർണ്ണ ബുദ്ധി നീ കൊടുക്കണേ അല്ലാ. അല്ലാഹു അവരെ പഠിപ്പിക്കുന്ന ഉസ്താദവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബ ജീവിതം റാഹത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ ഈ പരിപാടിക്ക് വേണ്ടി പെട്ടോട്ടമോടുന്ന സംഘാടകർ അല്ലാ അവരെ നീ മഹ്ശറിലിട്ട് കൊണ്ട് ഏൽപ്പിക്കല്ലേ അല്ലാ. അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം ചെറിയണേ അല്ലാ. അല്ലാഹുവേ ഇവിടെ വന്നപ്പോ നല്ല രീതിയിൽ ആഹാരം നൽകിയ വീട്ടുകാരുണ്ട്. നാളെ സ്വർഗീയ ആഹാരപാനീയങ്ങൾ ഭക്ഷിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ ഇവിടെ ഇരിക്കുന്നവരുടെ മനസ്സിൽ ഓരോരോ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവരുടെ ആഗ്രഹം നീ ഉള്ളവൻ അറിയില്ല അല്ലാ. എല്ലാം നിനക്കറിയാം അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖബൂലാക്കണേ അല്ലാ. اللهم ربنا لا تردن أيدينا خائبين بسبب ذنوبنا يا رب العالمين آمين برحمتك يا أرحم الراحمين. لا إله إلا الله لا إله മുഹമ്മദുർ റസൂലുള്ളാഹ്. പാപിയായ ഞങ്ങളെ നീ കാക്കണേ മരണം വരെ കൃപയേകണേ യാ റബ്ബനാ യാ റബ്ബനാ ഗുഫ്റാനനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അമ്പിളി ഖദർ തിങ്കള നബി മുസ്തഫ നബി രാജന കനിവേഗണം യാ റബ്ബനാ കനിവേഗണേ ഗുഫ്റാനനാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലിം. സല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.